ഹലോ എക്സാണോ പുതിയ ദിവസമാണ് ഇന്ന് നമ്മുടെ ഫിസിക്സിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബയോളജിൻ്റെ എക്സാമിന് വീഡിയോ ഇട്ടപ്പോൾ കൈസ് അത്യാവശ്യം കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ടഫാന്ന് പറഞ്ഞപ്പോൾ കുറേ സിമ്പിളുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഫിസിക്സിൻ്റെ എക്സാം കുറച്ച് ടഫാണ്. അപ്പോൾ ഭയങ്കര ടഫ് എന്ന് പറയുന്നില്ല, ഒരു മീഡിയം ലെവലുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ പാസ്സൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ എക്സാമിനൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പേപ്പർ നോക്കാം. പേപ്പർ ഇതാണ്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഏകദേശം 18 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറയാം, ലാസ്റ്റത്തെ പാടത്തു നിന്നല്ല ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ മുമ്പോട്ടുള്ള പാടത്തു നിന്നാണ്. അപ്പോൾ ലാസ്റ്റത്തെ 2 പാടത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരേണ്ടത്. കഴിഞ്ഞ ആഴ്ച 27 മാർക്കിന് ഏകദേശം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയില്ല, ഏറ്റവും കൂടുതൽ വന്നത് എനിക്ക് മിക്സായിട്ട് എല്ലാം കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു പ്രശ്നമാണ്, അതാണ് ടഫിന് കാരണം. നമ്മൾ ലാസ്റ്റത്തെ ചാപ്റ്റർ നോക്കിയിട്ടാണല്ലോ പോവുക. അപ്പോൾ അതാണ് കുറച്ച് ടഫായതിന് കാരണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ശരിയാണോ എന്ന് അറിഞ്ഞൂടാ, അതൊന്നും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒന്നാമത്തെയാണ് എഴുതിയത്, അതും ശരിയാണോ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഇത് തെറ്റാന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് നമ്മൾ അറിയായിട്ട് എങ്ങനെയോ എഴുതിയതാണ്. അപ്പോൾ സി ആണ് അത് എഴുതിയത്. നിങ്ങൾ എന്നാ എഴുതിയെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ, അത് ഉറപ്പാണ്. അത് നമുക്ക് കുറച്ച് ഉറപ്പുണ്ട്. ബാക്കിയൊക്കെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ ഇതിലെല്ലാം കുറേ എന്തെല്ലോ അറിയുന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം മാർക്ക് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ കുറച്ച് ഒരു മീഡിയം ലെവലിലായിരുന്നു എക്സാം, ഈസി ഒന്നും ആയിരുന്നില്ല. അപ്പോൾ പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഹൈഡ്രോമീറ്ററിൻ്റെ ആ ഒരു സംഭവമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യനിൽ ഹൈഡ്രോമീറ്ററെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് വരച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. 2 വരുന്നുണ്ട്. എ ബി ഏതെങ്കിലും ഒന്ന് ചെയ്യാമെന്നുള്ളതാണ് 18ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ പിന്നെ റിയോസ്റ്റാറ്റ്സിനെ പറ്റി വന്നിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വരാൻ ഏറ്റവും ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പോൾ പിന്നെ സിമ്പിൾ വരക്കാൻ പാർച്ചുണ്ട്. പിന്നെ ഇതൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഈസി ആയിരുന്നു. ഈ ഒരു ഭാഗം ഫുള്ള് കുറച്ച് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു 4 ക്വസ്റ്റ്യൻ നല്ല ഈസി ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അധികം ഈസി അല്ല, അധികം ടഫും അല്ല, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി സോഷ്യൽ എക്സാമാണ് മറ്റന്നാൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പോൾ സോഷ്യൽ, മാത്സ്, മലയാളം, കെമിസ്ട്രി എന്നീ 4 എക്സാമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടഫായ എല്ലാ എക്സാമിൻ്റെയും നമ്മൾ ഇടുന്നതായിരിക്കും. മാത്സ്, സോഷ്യൽ, കെമിസ്ട്രി ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ മലയാളം നമുക്ക് നോക്കാം. അപ്പോൾ മലയാളം വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇന്നത്തെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോ കാണും. ബൈ.